അമേരിക്കൻ നേതൃത്വവുമായുള്ള ഗസ വെടിനിർത്തൽ തുടർ ചർച്ച ഇന്ന് വാഷിംഗ്ടണിൽ നടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ തുടർ ചർച്ച ഉടൻ ആരംഭിക്കണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളും പറഞ്ഞു. അതിനിടെ ട്രംപുമായുള്ള ചർച്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് ബന്ധുക്കളുടെ ആവശ്യം നെതന്യാഹു തള്ളി. കെ സുഹൈൽ നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. സുഹൈൽ, ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി വെടിനിർത്തൽ നീട്ടുന്ന കാര്യം തന്നെയല്ലേ ചർച്ചയാവുക? ഒപ്പം തന്നെ ഇന്നത്തെ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അനീഷ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇപ്പോൾ വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ നെതന്യാഹുവും തമ്മിൽ നടക്കുക എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾ. ഇപ്പോൾ 1ാം ഘട്ട വെടിനിർത്തലാണ് നടക്കുന്നത്. അത് 44 ദിവസം മാത്രമാണ്. അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ ലോകം കാത്തിരിക്കുന്നൊരു കാര്യം. അതിൽ തനിക്ക് ആത്മവിശ്വാസമില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 2ാം ഘട്ട ചർച്ച എങ്ങനെയായിരിക്കും, 2ാം ഘട്ട വെടിനിർത്തലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു കാര്യം. അതിന് അമേരിക്ക സമ്മർദ്ദം പെടുത്തുമോ എന്നുള്ളതാണ്. അതല്ല, നിലവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്നതിലപ്പുറം കാര്യങ്ങൾ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൗദി ഇസ്രായേൽ ബന്ധം നോർമലൈസ് ചെയ്യണം, സാധാരണ രീതിയിലാക്കണം, ശത്രുത വെടിഞ്ഞുകൊണ്ടൊരു സമാധാന കരാറിലേക്ക് പോകണം എന്ന് അമേരിക്കയും അതേപോലെ തന്നെ നെതന്യാഹുവും വിചാരിക്കുന്നുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ പോകാൻ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ പ്രത്യേകമായി തന്നെ റിയാദിലെത്തുകയും അത്തരം ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടാകും ഈ 2 പേരുടെയും ചർച്ചയ്ക്ക് ശേഷം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഗസയെ പൂർണ്ണമായും വെടിപ്പാക്കി അവിടെയുള്ള ആളുകളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണം എന്ന് ട്രംപ് നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുദ്ധാനന്തര ഗസയെക്കുറിച്ച് എന്താണ് അമേരിക്കയുടെ പദ്ധതി? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇല്ലാത്ത മറ്റൊരു ഭരണം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ പ്ലാൻ. പറ്റുമെങ്കിൽ ഇസ്രായേലിന് തന്നെ അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങൾ നോക്കണം എന്നാണ് നെതന്യാഹു വിചാരിക്കുന്നത്. അത്തരമൊരു പദ്ധതിക്ക് ട്രംപ് പച്ചക്കൊടി കാണിക്കുമോ, അതല്ല വേറെ ഏതെങ്കിലും തരത്തിലൊരു പദ്ധതിയാണോ അവതരിപ്പിക്കുക? നിലവിലുള്ള ഈ പദ്ധതി, അതായത് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഗസക്കാരെ മാറ്റുക എന്ന പദ്ധതി, അത് ഔദ്യോഗികമായി തന്നെ ഈ ഒരു ചർച്ചയിൽ വരുമോ എന്നതടക്കമുള്ള സുപ്രധാനമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതായിരുന്നാലും 2ാം ഘട്ട വെടിനിർത്തലാണ് ഈ ചർച്ചയിലെ പ്രധാന കാര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഹമാസും ഇസ്രായേലും മുന്നോട്ട് വരണം, ഈ ചർച്ച മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ ബന്ദിമോചന കാര്യങ്ങളെല്ലാം മുമ്പ് നിശ്ചയിച്ച അതേപോലെ തന്നെ നടക്കുകയാണ്. അതേപോലെ തന്നെ നെസരിം ഇടനാഴി തുറന്നു, റഫ അതിർത്തി തുറന്നു, അതെല്ലാം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെക്കുറിച്ച് ട്രംപിന് തന്നെ ആത്മവിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു 44 ദിവസത്തിൽ അവസാനിക്കുമോ, വീണ്ടും കനത്ത ആക്രമണങ്ങൾ തുടരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.